ഇത്തരം ഫുഡുകളോട് നിങ്ങൾക്ക് നോ പറയാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന ഫുഡുകളിലൊക്കെ കൂടുതലായിട്ട് ഉപ്പ്, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ കളറിംഗ് ഏജൻസ് ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയ ഫുഡുകളുണ്ട്. അങ്ങനെയുള്ള ഫുഡുകൾ ഒഴിവാക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. പ്രധാനമായിട്ടും ബേക്കറി ഐറ്റംസ് ആണ്. ഈ പാക്ക് ചെയ്ത് വരുന്ന ഫുഡുകളിലൊക്കെ ഏറ്റവും കൂടുതലുള്ളതാണ് കൂടുതൽ ഉപ്പുണ്ടാവും, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ്, ഇത് കേടുവരാതിരിക്കാനുള്ള കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ കളറിംഗ് ഏജൻസും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഫുഡുകൾ നമുക്ക് ഒഴിവാക്കിയാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് നീർക്കെട്ട് കുറയ്ക്കാൻ പറ്റും. ഈ മൈദ അടങ്ങിയ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നത് വഴി നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള വൈറ്റ് ബ്രെഡൊക്കെ നമുക്ക് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഏത് ഫുഡ് കഴിക്കുമ്പോഴും കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായ ഷുഗർ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് ബ്ലഡിൽ ക്രമാതീതമായിട്ട് കൂടുകയാണ്. അപ്പോൾ ഇൻസുലിൻ ശരീരത്തിൽ കുറഞ്ഞു വന്നിട്ട് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നമ്മുടെ ശരീരം പോവുകയാണ്. ഇതിലൂടെ നമുക്ക് പ്രമേഹം വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ഓവറായിട്ട് നമ്മൾ കഴിക്കുന്നതിൽ കൂടുതലായിട്ട് അന്നജം അടങ്ങിയ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. അതിന്റെ എമൗണ്ട് തന്നെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ പറ്റും. നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കഴിക്കണം. ഒരു ചെറിയൊരു എമൗണ്ട് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം കഴിക്കുക, ബാക്കി നമ്മൾ പ്രോട്ടീൻ കഴിക്കുക, കുറച്ച് എമൗണ്ട് നമുക്ക് ഗ്രീൻ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതുപോലെ തന്നെ സാലഡ്സ്, അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഫോളോ ചെയ്യേണ്ടത്. കൂടുതലായിട്ട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും കഴിക്കുന്നതിലൂടെ നമ്മുടെ ഹെൽത്ത് കൂടുതലായിട്ട് മോശമാവുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് കൂടാൻ ഒരു സാധ്യതയാണ്. വല്ലപ്പോഴും പുറത്ത് പോയിട്ട് കുട്ടികളെ കൂടെ പോകുമ്പോൾ ഒരു പീസ് കേക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ ബ്രോസ്റ്റ് ഒക്കെ കഴിക്കുന്നതിലൂടെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതൊരു ശീലമാക്കി മാറ്റിയ ആളുകൾ എന്തായാലും തീർച്ചയായിട്ടും ആ ശീലങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ. സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ല രീതിയിൽ കുറക്കണം. കാരണം അതിൽ ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ ആണുള്ളത്. അപ്പോൾ ആ ഷുഗർ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷുഗർ ഹൈ ആയിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അത് ഭാവിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിലൂടെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.